സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് വാർത്തകൾ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം എത്ര വാർത്തകളിൽ സർക്കാരിന്റെയും അധികാരികളുടെയും ഇടപെടലുണ്ടായിട്ടുണ്ട്? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വഴിയിലെ എന്ന സ്ഥലത്താണ്. വഴിയിലെ മുതുശാസ്താംകോവിൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് സർക്കാരിന്റെ ഭൂമി കയ്യേറി സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് മാഫിയയും അതോടൊപ്പം ചില തൽപര കക്ഷികളും ചേർന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു. പിന്നീട് അധികാരികളെ കാണുകയും ചെയ്തു. എന്നിട്ടും അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ റവന്യൂ അധികൃതർ തയ്യാറാകുന്നില്ല. അധികാരവൃന്ദങ്ങളിലുള്ള ചിലരുടെ സ്വാധീനമാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് കാരണമെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഏറെ നാളായി പരാതിയുമായി സർക്കാരിന്റെ മുമ്പിൽ അലഞ്ഞു നടക്കുകയാണ്. പക്ഷേ നടപടി വൈകുകയാണ്. എന്താണ് കാരണം? ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് വഴിയിലെ എന്ന സ്ഥലത്തെ മുതുശാസ്താംകോവിൽ ക്ഷേത്രത്തിന്റെ പരിസരത്താണ്. ഈ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കുടുംബത്തിന്റെ പേരിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ സ്ഥലം അത് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയായിരുന്നു. പക്ഷേ ആ പുറമ്പോക്ക് ഭൂമി ചില സ്വകാര്യ വ്യക്തികൾ അവർക്ക് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട് എന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം. അത്തരത്തിൽ ഈ സ്വകാര്യ വ്യക്തികൾ ഈ ഭൂമി കയ്യേറുകയും ഈ ക്ഷേത്രവുമായി ബന്ധമുള്ള ആളുകൾ അതിൽ ഉൾപ്പെടുകയും ചെയ്തു എന്നാണ് പ്രധാന പരാതി. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് അവിടെ നിന്ന് ഇവിടെ വരെ വീതി ഉണ്ടായിരുന്ന ഈ പുറമ്പോക്ക് ഭൂമിയിലെ റോഡ്, ആ റോഡ് ഇപ്പോൾ രണ്ടായി തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അതുമൂലം താഴെ വലിയ മഴയുള്ള സമയത്ത് വലിയ വെള്ളക്കെട്ട്, ഇതുവഴി സ്കൂൾ കുട്ടികൾക്ക് ഒരു തരത്തിലും ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. നിലവിൽ ഇങ്ങനെ പൊടി പറക്കുകയാണ്. ഏത് സമയവും വാഹനങ്ങൾ കടന്നു വരുന്ന സമയത്ത് പൊടി ഇങ്ങനെ പറക്കുകയാണ്. അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് മുഴുവൻ ഈ പൊടി അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ പരാതിയുമായി കാണാൻ ഇനി അധികൃതരൊന്നും ബാക്കിയില്ല. അത്തരത്തിൽ ഏറെ നാളായി ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ രംഗത്തെത്താൻ തുടങ്ങിയിട്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ അതെന്ന പേരിൽ തൊട്ട് സമീപത്തായി വലിയൊരു ബോർഡ് സ്ഥാപിച്ചിരുന്നു, ക്ഷേത്രത്തിന്റെ പേരടക്കം എഴുതിക്കൊണ്ട്. ആ ബോർഡ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ, മജിസ്ട്രേറ്റ് അടക്കമുള്ളവർ ഇടപെട്ട് അത് പുറമ്പോക്ക് ഭൂമിയിലാണ് എന്ന ആളുകളുടെ വാദത്തിൽ കഴമ്പുണ്ടെന്ന കാര്യം അത് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ആ ബോർഡടക്കം നീക്കം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് 10,000-ഓളം ആളുകൾ ഇതിന്റെ സമീപ പ്രദേശങ്ങളായി ഈ റോഡിന്റെ രണ്ട് വഴികളിലായി താമസിക്കുകയാണ്. അവർ സ്ഥിരം ആയി കടന്നു പോകുന്ന വഴികളാണിത്. പക്ഷേ ഇവിടുത്തെ ഈ യാത്രാ ദുരിതത്തിനും അപ്പോൾ മഴക്കാലമാകുമ്പോൾ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള മഴക്കെടുതികളും അതിന് കൃത്യമായ പരിഹാരം കാണണമെങ്കിൽ മണ്ണിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ഈ റോഡ് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നാട്ടുകാർ ഏറെ നാളായി പറയുന്ന ആക്ഷേപം. പക്ഷേ അവിടെ കൃത്യമായ ഇടപെടൽ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. എന്തായാലും ഈ ഒരു പ്രതിസന്ധിക്ക് മുമ്പിൽ ഈ നാട്ടുകാരിങ്ങനെ ഏറെ നാളായി പരാതിയുമായി സർക്കാർ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം വിവിധ തരത്തിൽ കോടതികളെയും ഒക്കെ സമീപിക്കുമ്പോൾ എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നത് തന്നെയാണ് ഇന്ന് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നതും. ഇപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹി നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് അജിത് കുമാർ. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ നേരിടുന്ന പ്രശ്നം? ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള റോഡില്ല. പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ ചെളി നിറഞ്ഞൊരു അവസ്ഥയാണ്. ഈ വെള്ളം ഒഴുകിപ്പാൻ മാർഗ്ഗമില്ല. ഈ മേളിൽ നിന്ന് വരുന്ന എല്ലാ വെള്ളവും ഇങ്ങോട്ടാണ് ഒഴുകി വരുന്നത്. അപ്പോൾ ഇതാ ഈ കൊച്ചുകുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകാനോ അവർക്ക് മറ്റാവശ്യങ്ങൾ പോകാം. സ്കൂളിൽ പോകാനോ ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ഡ്രസ്സെല്ലാം ചെളിയായിക്കൊണ്ട് മാത്രമേ ആ പാലത്തിൽ ചെല്ലാൻ പറ്റുന്നുള്ളൂ. പിന്നെ അവർക്ക് അവരെ ബസ്സിൽ കയറണമെങ്കിൽ അത് വൃത്തിയാക്കാൻ. ഈ റോഡ് ഇല്ലാതായതിന്റെ കാരണം എന്താണ്? റോഡില്ലാതെ ഈ മണ്ണിട്ട് ഇവിടെ ഒരു 3 അടി ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയപ്പോഴത്തേക്ക് ഈ വെള്ളം എല്ലാവരും വന്ന് അവിടെ കെട്ടിയിരിക്കുന്നു, അവിടെ താഴ്ന്നു കിടക്കുന്നു. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് ഒരു ലെവലാക്കി മാറ്റുക. ഈ മണ്ണ് കുറച്ച് പിടിച്ച് ലെവലാക്കി കഴിഞ്ഞാൽ ആ റിട്ടേണിംഗ് മണ്ണ് താഴെ നിർത്തുക. അപ്പോൾ ഇതൊരു ലെവലായി കിടന്നാൽ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകും. അപ്പോൾ അതല്ല, ഇവിടെ ചില റിയൽ മാഫിയയും ഈ ക്ഷേത്രഭരണ സമിതിയും കൂടെ ഇത്രയും ഭാഗം കെട്ടിയെടുത്തുകൊണ്ട് അവരെ സ്വകാര്യ സ്വത്താക്കി മാറ്റാൻ ശ്രമിക്കും. ഈ ക്ഷേത്രഭരണ സമിതിക്ക് എങ്ങനെയാണ് ഈ സർക്കാരിന് പുറമ്പോക്ക് ഭൂമി ഇങ്ങനെ കെട്ടിയെടുക്കാൻ സാധിക്കുന്നത്? അല്ല, അതിന് ചില സ്വാധീന മേഖലകൾ അവർക്കുണ്ട്. എന്താണ് സ്വാധീന മേഖല? നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ക്ഷേത്രഭരണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബപരമായ ചില ബന്ധങ്ങളും അതിന്റെ
പാർട്ടിയുടെ ചില ജില്ലാ കമ്മിറ്റി മെമ്പർമാർക്ക് അതിന് അനുകൂലമായ ഘടകങ്ങളാണ്. അതായത് ഈ ക്ഷേത്രം ഒരു കുടുംബത്തിന്റെ പേരിലുള്ളതാണ്. ആ കുടുംബവുമായി ബന്ധമുള്ളവർ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര നാളായി ഇത്തരത്തിൽ ഈ പുറമ്പോക്ക് ഭൂമി ഇങ്ങനെ കയ്യേറി നിർമ്മാണം നടത്തിയത്? വർഷങ്ങളായിട്ട് നടക്കുന്ന പ്രശ്നം കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായിട്ടാണ് ഇതേ സ്റ്റേജിലായിരിക്കുന്നത്. ഇങ്ങനെ മണ്ണിട്ട് നികത്തി ഈ പൊടിപട സിമെന്റ് പൊടി കണക്ക് ഒരു സൈക്കിൾ പോയാൽ പോലും പറന്ന് പൊന്തുന്ന സ്റ്റേജിലിട്ടിരുന്നത് 1.5 വർഷം കൊണ്ടാണ്. അന്ന് തൊട്ട് ഞങ്ങൾ ഹൈക്കോടതി റിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹൈക്കോടതി കേസ് നിലവിൽ നിൽക്കുന്നു. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരോട് ആർച്ച് വെക്കുന്നു. ഞങ്ങൾ ആർച്ച് വെച്ചവർ അപ്പോഴേ ജില്ലാ കളക്ടറെ അറിയിക്കുന്നു. ജില്ലാ കളക്ടർ വന്നെടുത്ത് മാറ്റുന്നു. അങ്ങനെയൊക്കെ ഇവിടെ പല പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഹൈക്കോടതി നിങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. അതിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ എന്തായിരുന്നു? കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ മണ്ണ് നീക്കം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് ഞങ്ങളുടെ അറിവ്. കളക്ടർ അത് പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം, പഴയൊരു ബാത്റൂം നിങ്ങൾ കാണാം. ഇതിന്റെ ബാക്ക് സൈഡിൽ റോഡിന്റെ മധ്യഭാഗത്തോട് ബാത്റൂമുണ്ട്. അതിന്റെ സേഫ്റ്റി ടാങ്ക് മധ്യഭാഗത്ത് കിടക്കാണ്. അങ്ങോട്ട് പോകുന്ന വീടുകളിലേക്കുള്ള റോഡിന്റെ കറക്റ്റ് മധ്യഭാഗത്താണ്. അത് കാണാൻ കഴിയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സേഫ്റ്റി ടാങ്ക് ഒരു വണ്ടി എന്ന് അത് തകർന്ന് വീണ് കഴിഞ്ഞാൽ വണ്ടിയും അതിനുള്ളിൽ പോകും. അതിനകത്ത് യാത്രക്കാർക്ക് ഭീഷണിയാണ്. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊക്കെ ഒഴിവാക്കി നിർത്തേണ്ടടുത്ത് ഒഴിവാക്കി നിർത്തുക, അല്ലെങ്കിൽ ഒഴിവാക്കി പുനഃസൃഷ്ടിക്കാനുള്ളടത്ത് പുനഃസൃഷ്ടിക്കുക. ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഈ 2 വാഹനങ്ങൾ ഒരേ ദിശയിൽ പോകാനുള്ള ഒരു വാഹന സൗകര്യമായിട്ട് മാറ്റിയെടുക്കുക. എന്തായാലും ഈ 2 വാഹനങ്ങൾ ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അത്തരത്തിൽ സുഗമമായി വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാണ്, അല്ലെങ്കിൽ ഒരു റോഡായിരുന്നു ഇത്. ആ റോഡിലൂടെയാണ് ഇപ്പോൾ ഈ കുണ്ടും കുഴികളും താണ്ടി വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകേണ്ട ഒരു ഗതികേടിൽ എത്തിയിരിക്കുന്നത്. അവിടെ കൃത്യമായി ഈ സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമി ചില സ്വകാര്യ വ്യക്തികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കയ്യേറിയെന്നും ആ കയ്യേറിയ സ്ഥലത്ത് അവർ മണ്ണിട്ട് ഇത്തരത്തിൽ ഉയർത്തിയതുമാണ് നിലവിലെ ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് ഈ യാത്ര ചെയ്യുമ്പോഴും മറ്റും ഇത്തരത്തിലൊരു റോഡിന്റെ ദുരവസ്ഥ നിങ്ങൾ ഏത് തരത്തിലാണ് ദോഷമായിട്ട് ബാധിക്കുന്നത്? മഴവെള്ളം മഴാറ്റ് വെള്ളം കയറുന്ന സമയം ഇവിടെ എല്ലാം വെള്ളം കയറുന്ന പിന്നെ പോകാൻ നോക്കില്ല. ആ കണക്കാണ് ഞങ്ങൾ വയസ്സാണെങ്കിലും റോട്ടിൽ പോകാനോ ഒന്നിനും. ഈ മണ്ണിട്ടതിന് ശേഷം തന്നെ ബുദ്ധിമുട്ട്. ഇത് എത്ര നാളായി ഇങ്ങനെ? ഇത് 1.5 വർഷമായി മണ്ണിട്ടിട്ട്. പിന്നെ അതിനു മുമ്പേ ഞങ്ങൾ ഇതിലെ കയറി ഒഴിഞ്ഞു പോകാറുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം കയറുമ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മളെ മുട്ടോളം വെള്ളം കയറും. ഞങ്ങളെല്ലാവരും സന്ധ്യയ്ക്കൊക്കെ മഴ പെയ്യുമ്പോൾ ഇതിലെ പോകുമ്പോൾ ആൾക്കാർ കാറൊക്കെ ഉള്ളവർ ബാക്കിൽ കൂടെ സൈഡിൽ കൂടെയും പഴയ വഴി പോകും. അല്ലാത്തവർക്ക് ഇതിലെ നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അധികാരികളെ സമീപിച്ചിരുന്നു? അതിൽ നിന്നുള്ള ഇതാണ് ഇപ്പൊ നമുക്ക് കോവില ഇതായതുകൊണ്ട് പാർട്ടിയുടെ ഒരിതുണ്ട്. പിൻബലത്തിന് നമുക്കിത് ബുദ്ധിമുട്ടായിട്ട് തരണുണ്ട്. അവരിത് അനുകൂലമായിട്ട് തരണില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ അവസാനമായി കണ്ടിരിക്കുന്ന ആരെയാണ്? പഞ്ചായത്തിന്റെ അധികൃതരെയാണോ അതോ മറ്റാരെയെങ്കിലും? ഇല്ല, ഞങ്ങൾ അവസാനമായി കണ്ടെങ്കിൽ RDOയ്ക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. RDOയുടെ മുന്നിൽ കൊടുത്തിരിക്കുന്ന ആ നിലവിലുള്ള ബാത്റൂം ഒഴിവാക്കുക, ഡ്രെയിനേജ് സിസ്റ്റം ഒഴിവാക്കുക. ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞ ധനകാര്യമന്ത്രി തോമസ് ഐസക് പൊതു ഖജനാവിൽ നിന്ന് 2 കോടി രൂപയെടുത്താണ് കിള്ളിയാറ് നവീകരിച്ചത്. ആ കിള്ളിയാറിലേക്കാണ് ഇന്ന് ഇതിന്റെ ഡ്രെയിനേജ് സിസ്റ്റം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 2 കോടി രൂപ പൊതു ഖജനാവിൽ നിന്ന് ഉപയോഗിച്ച് 2 കോടി രൂപ പൊതു ഖജനാവിൽ നിന്ന് ഉപയോഗിച്ച് കിള്ളിയാർ ശുചീകരിച്ച കിള്ളിയാറിലേക്കാണ് ഇന്ന് ഈ ഡ്രെയിനേജ് സിസ്റ്റം ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഓക്കെ, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. ഇതുവഴി നടന്നു വരാൻ കഴിയാത്തത് മൂലം ഈ വാഹനങ്ങളിൽ കുട്ടികളെ അവിടെ സ്കൂൾ വിദ്യാർത്ഥികളെ അവിടെ ഇറക്കിയതിനു ശേഷം ഈ ഓട്ടോയ്ക്കും മറ്റും കടന്നു പോകുന്നതിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ആ വിദ്യാർത്ഥികൾ അവിടെ ഇറങ്ങിയ ശേഷം ഈ ഓട്ടോയിൽ മടക്കി വിടുകയാണ്. കാരണം യാത്ര അത്രമാത്രം ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഈ വഴിയിൽ. കാരണം മുഴുവൻ കുണ്ടും കുഴിയുമാണ്. മഴക്കാലത്ത് മഴക്കെടുതി തീർക്കുന്ന പ്രതിസന്ധിയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ വരൾച്ചയുടെ കാലത്ത് വേനൽക്കാലത്ത് അത് പൊടിപടലങ്ങൾ ഉയരുന്ന തരത്തിലേക്കാണ് സാഹചര്യം. അത്രമാത്രം വലിയൊരു പ്രതിസന്ധിയാണ് ഏതാണ്ട് 10,000-ഓളം നാട്ടുകാർ അനുഭവം. അവസ്ഥ കണ്ട അവരിങ്ങോട്ട് വരൂല, ആട്ടക്കാർ ഇങ്ങോട്ട് വരൂല എന്നും പരാതിയാണ്. അപ്പോഴതുവരെ കൊണ്ടാക്കും. ഞങ്ങൾ ഈ കുഞ്ഞിനെ ഇളയ കുട്ടിയെയും കൊണ്ട് വേണം നമുക്ക് കുഞ്ഞിനെ വിളിക്കാൻ വരാം. അവിടെ അങ്ങ് ദൂരെ പോണം നമ്മുടെ വീട്. അപ്പൊ കൊച്ചിനെ വിളിക്കാൻ ഇതിനെയും കൊണ്ട് വേണം വരാം. അവർ വരൂല ആട്ടോക്കാർ. അപ്പൊ ആ ഒരു അവസ്ഥയാണ്. അതേപോലെ ഒരു കുഞ്ഞ് വന്ന ആ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ വണ്ടി വന്നാൽ പോകാൻ പറ്റൂല. ആ അവസ്ഥയാണ്. മോനെ എവിടെയാ പഠിക്കുന്നേ? ഞാൻ ശിശുകാർ. അപ്പൊ ഇതുവഴി എങ്ങനെയാ പോകുന്നേ? ഇതുവഴി ഞാൻ നടന്നാണ് പോകുന്നത്. ഇപ്പൊ എത്ര മറ്റേ വാഹനങ്ങൾ വന്നോണ്ടിരുന്നതാണ് ഇതുവഴി? ഇപ്പൊ എത്ര നാളായി ഇങ്ങനെ? ഇത് കുറച്ച് നാളായി ഇങ്ങനെയായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? മഴയാവുമ്പോ ഇവിടെ ചെളി ആയതുകൊണ്ട് ഷൂസ് അത്ര ചെളി ആയതുകൊണ്ട് വണ്ടി അങ്ങനെ എന്നെ കയറ്റാറില്ല. പിന്നെ വേനലാവുമ്പോ പിന്നെ ഭയങ്കര പൊടി ആയതുകൊണ്ട് പിന്നെ ഞാൻ ആസ്മ രോഗിയും കൂടെ ആയതുകൊണ്ട് എനിക്ക്
ഭയങ്കര ഞാൻ അങ്ങനെ സ്കൂളിൽ പോകാറുമില്ല. ഓക്കെ. അപ്പോ എന്താണ് മകന്റെ പേര്? വ്യാസ്. ഓക്കെ. ഈ കുട്ടി പറഞ്ഞത് ഈ ചെളിയുള്ള പ്രദേശത്തു കൂടി അല്ലെങ്കിൽ ഈ മഴവെള്ളം നിറഞ്ഞ് ചെറിയാകുന്ന സമയത്ത് ഇതിൽ ഷൂസിലും മറ്റും ചെളി പറ്റുന്നതുകൊണ്ട് സ്കൂൾ ബസ്സിൽ ഈ ചെളിയുള്ള ഷൂസ് ഇട്ടുകൊണ്ട് സ്കൂൾ ബസ്സിൽ കയറ്റേണ്ടെന്ന ഒരു നിലപാട് സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ ഈ മറ്റുള്ളവർ എടുക്കുകയാണ്. അതുകൊണ്ട് ആ വാഹനത്തിൽ പോകാൻ കഴിയില്ല എന്നാണ്. ഈ കുഞ്ഞൊരു രോഗി കൂടിയാണ്. അപ്പോൾ ഈ രോഗിയായ ഒരാൾ ഈ പൊടിയടിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എത്ര ആരോഗ്യപരമായ ആളുകൾക്കും തുടർച്ചയായി ഇങ്ങനെ പൊടിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിക്ക് നടുവിൽ ഈ നാട് ഇങ്ങനെ കഴിഞ്ഞ 1.5 വർഷമായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല, അധികാരികളില്ല. പക്ഷേ എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നൽകിയിരുന്നു. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? നടപടി വൈകുന്നതിന്റെ കാരണം എന്താണ്? വൈകുന്നത് രാഷ്ട്രീയ ഇടപെടലാണോ അതോ ഇനി അമ്പലത്തിന്റെ ഭരണാധികാരികളുടെ അവർ സമ്മർദ്ദം കൊണ്ടാണോ എന്താണെങ്കിലും അധികാരികളുടെ കണ്ണ് ഇതുവരെ തുറക്കുന്നില്ല. നിരന്തരമായിട്ട് പരാതികളും ഞങ്ങളെ കാണാൻ ബന്ധപ്പെടാത്ത നേതാക്കന്മാരൊന്നുമില്ല. ഞാൻ ഇവിടെ 1.5 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഞാൻ വരുമ്പോഴത്തേക്ക് നല്ല വഴിയായിരുന്നു. പിന്നെയാണ് ഇവിടെ ഇങ്ങോട്ട് മണ്ണിട്ട് നികത്തി വാഹനത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മളൊരു വാഹനത്തിൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. എങ്ങനെയെങ്കിലും വലിയ വാഹനം കുഴപ്പമില്ല. ഈ കുട്ടികളൊക്കെ പോകുന്നതാണ് ബുദ്ധിമുട്ട്. ഒരു സ്കൂട്ടറെതിരെ വന്നു കഴിഞ്ഞാൽ സ്കൂട്ടറുകാരൻ മറിഞ്ഞൊന്നെങ്കിൽ തോട്ടിലേക്ക് വീഴും, ലൈക്ക് കുഴിക്കകത്ത് വീഴും. കൊച്ചു കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. സ്ത്രീകളുടെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഈ നിയമപരമായി ഇവിടെ ഉണ്ടായ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുള്ള ആളാണെന്ന് കരുതുന്നു. ഇവിടെ എത്രത്തോളം ഉണ്ട് ഈ പുറമ്പോക്ക് ഭൂമി? ഏകദേശം എത്രത്തോളം ഉണ്ടെന്നാണ്? പുറമ്പോക്ക് ഭൂമി ഏകദേശം കരകുളം വില്ലേജിൽ 621/1 എന്നുള്ള സർവേ നമ്പറിൽ ഏകദേശം ഒരു 41 സെന്റോളം വരും. അപ്പൊ അതിനിടയ്ക്ക് നിലവിൽ ഇപ്പൊ നമ്മൾ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന റിട്ടില് ഈ മണ്ണ് ഇവിടെ ഡംപ് ചെയ്തതിനെതിരെയായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് നമുക്കൊരു 3 വീക്സിൽ ഒരു എക്സ്പാർട്ടി ഓർഡർ കിട്ടിയതാണ്. അപ്പൊ ആ സമയം ഈ വാവുബലിയുമായി ബന്ധപ്പെട്ട് മണ്ണ് നീക്കം ചെയ്യാനായിട്ട് വാവുബലി നടക്കുന്ന ആവശ്യം കൊണ്ട് ഞങ്ങൾ അതിനൊരു ബുദ്ധിമുട്ട് വിചാരിച്ചു. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഈ മണ്ണ് ഇവിടെ ഡംപ് ചെയ്തതിന് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിമാർക്കേഷൻ ഉണ്ടാക്കുക. റോഡ് ഈ 4 മീറ്റർ മാത്രമേ ഉള്ളൂ, ഒരേ നിരപ്പിൽ കിടന്നതാണ്. ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സുഗമമായി 2 വണ്ടികൾ പോകുന്നിടത്ത് നമ്മുടെ റോഡും കൂടി അവർ കയ്യേറി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണം. കാര്യം പൊതുജനങ്ങളുടെ പൊതുഗതാഗതത്തെയാണ് തടസ്സം ചെയ്യണം. ഈ 2024-ലും നമ്മുടെ സ്കൂൾ കുട്ടികൾ ചെളിയിൽ ചവിട്ടിയാണ് സ്കൂൾ ബസ്, പലപ്പോഴും സ്കൂൾ ബസ്സിൽ അവരെ കയറ്റാറില്ല. വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിന് എന്തെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. നമ്മുടെ റിട്ട് പെൻഡിംഗ് ആണ്, ഫൈനലി കേട്ടിട്ടില്ല. ഹൈക്കോടതി നമ്മൾ കൊടുത്ത റിട്ട് പെൻഡിംഗ് ആണ്. RDOക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് നിരവധി തവണ ഇവർക്ക് മണ്ണ് റിമൂവ് ചെയ്യാനും വേസ്റ്റ് വാട്ടറിനും ഒക്കെ പഞ്ചായത്ത് പല നോട്ടീസ് കൊടുത്തെങ്കിലും ഇതിന് ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നമുക്ക് പോസിറ്റീവായിട്ടൊരു റിപ്ലൈയും ഉണ്ടായില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഇവിടെ എത്രത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട് ഈ ഒരു റോഡ് കടന്നു പോകുന്ന വഴി? അതായത് ഇതിപ്പോ വേറ്റിക്കോണം വരെയുള്ള ഒരു 10-15,000-ഓളം ആൾക്കാരുടെ ഏക മാർഗമാണ്, ഈ റോഡിലേക്ക് എത്താനുള്ള ഏക മാർഗമാണ് ഇത്. ഇതിന് എന്തെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം. കാര്യം പൊതുജനങ്ങളുടെ വളരെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ് ഈ നമ്മുടെ പൊതുജന ഗതാഗതം എന്ന് പറഞ്ഞാൽ. ഒരു ആംബുലൻസ് പോലും ഇപ്പൊ ഇവിടെ വിളിച്ചാൽ വരില്ല. കാര്യം ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കാർ ഓടിച്ച് പോകുമ്പോൾ ഒരു 2 വീലർ വന്ന് നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ പേടിയാണ്. കാര്യം ഒരു സൈഡിൽ ഇറിഗേഷന്റെ കെട്ടാണ്, മറ്റു സ്ഥലത്ത് ഇത്രയും ഈ ഒരു ഉയരത്തിൽ മണ്ണ് കിടക്കുന്ന കാരണം നമുക്ക് യാതൊരു പരിഹാരവും ഇതിനില്ല എന്നുള്ളതാണ് കാര്യം. പലയിടത്തും പഞ്ചായത്തിന്റെ ഭാഗത്ത് നമ്മൾ നിരവധി തവണ പോയി RDOക്ക് പരാതി കൊടുത്തു. എന്നിട്ടാണ് ഇപ്പോൾ കേസ് ഹൈക്കോടതിയിൽ പെൻഡിംഗ് ഉള്ളത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. ഒരു കാര്യം ഈ റോഡ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഈ മണ്ണിട്ട് നികത്തിയതിലൂടെ ഈ മണ്ണിട്ട് നികത്തിയവർക്കുണ്ടായ ഗുണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരേ നിരപ്പിൽ കിടന്നതാണല്ലോ. അപ്പൊ മണ്ണിട്ട് നികത്തിയോടുകൂടി റോഡ് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഡിമാർക്കേഷൻ ഇവിടെ ഉണ്ടായി. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, രണ്ട് നിരപ്പിലാണ്. അപ്പൊ ഈ താഴ്ന്ന നിരപ്പിൽ മാത്രമേ റോഡുള്ളൂ, ഇത്ര വീതിയിൽ മാത്രമേ ഇവിടെ റോഡുള്ളൂ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണം. കാര്യം അവർക്കത് കയ്യേറിയാനുള്ളൊരു അവരുടെ ഒരു പൊസഷൻ ആയല്ലോ ഈ മണ്ണ് ഇത്ര വിട്ടതോടുകൂടി. അതിനുവേണ്ടിയാണ് അവരെ ശ്രമിച്ചത്. കാര്യം ഒരേ ലെവലിൽ കിടന്നതാണ്, ഒരേ നിരപ്പിൽ കിടന്നിടം മണ്ണിട്ടതോടുകൂടി രണ്ട് ലെവലായി. അപ്പൊ ഈ താഴ്ന്ന ലെവലിൽ മാത്രമേ, അപ്പൊ അതിന്റെ വേറൊരു വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെളി എല്ലാം കിള്ളിയാറിലേക്ക് ഒഴുകി പോയി. ചെറിയൊരു മഴ പെയ്താൽ പോലും ഇവിടെ വലിയ വെള്ളക്കെട്ടാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. കാര്യം കാറി പോകാത്തല്ലാത്ത കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. ചെളിയാണ്. വേനലായി കഴിഞ്ഞ ഒരു ചെറിയ 2 വീലർ പോയാൽ ഇവിടെ മുഴുവൻ പൊടിയാണ്.
അപ്പൊ അങ്ങനെയുള്ള പലതരം ബുദ്ധിമുട്ടുകളും ഉണ്ട്. അല്ല, ഈ മണ്ണിങ്ങനെ ഇട്ട് തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾ ഇതിനെതിരെ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നില്ലേ? പ്രതിഷേധമായി എത്തി നമ്മൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആ റിട്ടിന്മേൽ ഈ മണ്ണ് റിമൂവ് ചെയ്യാൻ ഒരു ഓർഡറും തന്നു. ആ ഓർഡർ അനുസരിച്ച് ഇവിടെ വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വാവുബലിയുടെ ഒരു ചടങ്ങുണ്ട്. അപ്പം ഞങ്ങൾ ആ സമയത്ത് മണ്ണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാവുബലിക്ക് ഒരു തടസ്സമുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അന്നേരം ഞങ്ങൾ അതിനൊരു കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് അവർ മണ്ണ് മാറ്റി തരും എന്ന് വിചാരിച്ചു. പക്ഷെ അതുണ്ടായില്ല. അപ്പൊ നമ്മുടെ 3 ആഴ്ചയിലുള്ള ആ ഓർഡർ എക്സ്പയർ ആവുകയും ചെയ്തു. അപ്പൊ ഹൈക്കോടതിയിൽ ഇപ്പൊ ആ കേസ് പെൻഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ വ്യക്തമാകുന്ന തരത്തിൽ തന്നെയാണ് അവർ ആ കാര്യം വ്യക്തമാക്കിയത്. ഞാൻ ഇവിടേക്ക് വരുന്ന വഴിയിൽ ഇതിന് സമീപത്തുള്ള ഒരു വീട് കണ്ടു. കാരണം ഈ പൊടിയടിച്ച് വലിയ തരത്തിൽ ആ വീടിന്റെ പരിസരം, അതിന്റെ ഗേറ്റ്, ഭിത്തി മുഴുവൻ സ്ഥലങ്ങളിലേക്കും ഈ പൊടി ഇങ്ങനെ അടിച്ച് കയറുന്ന തരത്തിലാണ് ആ വീടിന്റെ പരിസരം. വലിയ ദുസ്സഹമായ സാഹചര്യത്തിലാണ് അവർ താമസിക്കുന്നത്. എന്തായാലും ആ വീട്ടുടമ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. നിങ്ങൾ ഏറെ നാളുകളെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. വ്യക്തിപരമായി ഇങ്ങനെയൊരു നിർമ്മാണ പ്രവർത്തനം അശാസ്ത്രീയമായി നടത്തിയത് മൂലം നിങ്ങൾക്കുണ്ടായ ഒരു പ്രതിസന്ധി എന്താണ്? ഞങ്ങളെ വീട് മുഴുവൻ പൊടിയിലാണ്. പിന്നെ എന്റെ മകന് അലർജിയുടെ അസുഖമായി 2 വർഷം കൊണ്ട് അസ്താലിന്റെ ഗുളികയിലും ആണ് അവൻ നടക്കുന്നത്. ഇനി അത് തുടർച്ചയായി കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ വില്ലേജിലും പഞ്ചായത്തും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പൊടി നീക്കം ചെയ്തു തരണമെന്നും പറഞ്ഞ്. പക്ഷേ അവർക്ക് അമ്പലത്തിന് കൊടുത്തിരുന്നു നോട്ടീസ്, 15 ദിവസത്തിനകത്ത് നീക്കം ചെയ്യണമെന്നും പറഞ്ഞ് ഒരിക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ 7 ദിവസത്തിനകത്ത് നീക്കം ചെയ്യണമെന്നും പറഞ്ഞും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്പലക്കാരതൊന്നും വകവയ്ക്കാൻ തയ്യാറല്ല. അല്ല, അവരെന്താണ് പറയുന്നത്? അവര് ഞങ്ങളോടായിട്ട് ഒന്നും പറയാറില്ല. അവര് ബലാത്കാരമായിട്ട് അവിടെ കമ്മിറ്റി കൂടുമ്പോ ഇവിടെ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ തന്നെ ഇട്ടേക്കും എന്നാ പറയുന്നത്. ഇന്ന് 2 ദിവസം കൊണ്ട് ഇവിടെ വെള്ളം അടിക്കുന്നുണ്ട്. വെള്ളം അടിച്ച് പൊടി നിർത്താനുള്ള ഒരു ശ്രമം 2 ദിവസം കൊണ്ട് നടക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസർ തഹസിൽദാരൊക്കെ വന്ന് നോക്കിയ സ്ഥലമാണിത്. തഹസിൽദാർ ഒരിക്കൽ ഇത് നീക്കം ചെയ്യാൻ വേണ്ടി ക്ഷേത്രത്തിന് നോട്ടീസ് കൊടുത്തതുമാണ്. ഇത് ഏത് കുടുംബത്തിന്റെ പേരിലുള്ള ക്ഷേത്രമാണ്? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നിങ്ങൾക്കുണ്ടോ? ഇത് മാങ്കോട് കുടുംബം, അതിലുള്ള ആൾക്കാരാണ് ക്ഷേത്ര ട്രസ്റ്റായിട്ടിരിക്കുന്നത്. ക്ഷേത്ര ട്രസ്റ്റായിട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ടോ? പിന്നെ നിത്യവും. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ആ വിശ്വാസത്തിന്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആ വിശ്വാസികൾ തന്നെയാണ് ഈ പരിസരത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് തന്നെയാണ് അതിന്റെ ഒരു വൈരുദ്ധ്യവും. കാരണം കഴിഞ്ഞ ഏറെ നാളായി ഇവർ ഈ പ്രശ്നം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉന്നയിക്കുന്നു, സർക്കാരിന്റെ മുമ്പിൽ ഉന്നയിക്കുന്നു. അവസാനം അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടി വൈകിയ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും. പക്ഷേ മുതിശാസ്താംകോടിലെ ഈ ക്ഷേത്രത്തിന് മുൻപിലുള്ള 41 സെന്റോളം വരുന്ന പുറമ്പോക്ക് ഭൂമി, സർക്കാർ പുറമ്പോക്ക് ഭൂമി, അത് ആര് കയ്യേറി എന്നതിനെ സംബന്ധിച്ച് റവന്യൂ വകുപ്പിന് കൃത്യമായ പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. രാഷ്ട്രീയമായ കൃത്യമായ സ്വാധീനമുള്ള ചിലർ കൃത്യമായി ഈ ഭൂമിയിൽ ഇത്തരത്തിൽ മണ്ണിട്ട് നികത്തുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലുകൾ നടത്തിയത് ആരാണ്? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? അവിടെ ഈ നാട്ടുകാർ തന്നെ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, റോഡും ഈ പുറമ്പോക്ക് ഭൂമിയും തമ്മിലൊരു ഡിമാർക്കേഷൻ വരുത്തുന്നതിന് വേണ്ടി ബോധപൂർവമായി നടത്തിയ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ തന്നെ അത് ലംഘിക്കുന്ന തരത്തിലേക്ക് ആ ഇടപെടലുകൾ മാറിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ നാട്ടുകാർ ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് തങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കുന്നതും. നിങ്ങൾ ഈ ഒരു പ്രതിസന്ധി കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷത്തോളമായി രൂക്ഷമായ നിരത്തിൽ നേരിടുകയാണ്. 2 വർഷത്തിന് മേലായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. ഞങ്ങൾ കേസ് കൊടുക്കുന്ന ഹൈക്കോടതിയില്ല 2021. നിങ്ങൾ റവന്യൂ മന്ത്രിയെ കാണുകയോ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയോ ചെയ്തിരുന്നു? അല്ല, ഞങ്ങൾ നമ്മുടെ മണ്ഡലത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലിനെ പോയി ഞങ്ങൾ അസോസിയേഷന്റെ ഭാരവാഹികൾ എന്ന നിലയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ക്ഷേത്രഭരണ സമിതിയായിട്ടുള്ള പ്രശ്നം നിങ്ങൾ തീർത്തിട്ടുക, വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് ഞാൻ റോഡ് റെഡിയാക്കി തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ സാറിന്റെ ഒരു സഹായമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം ക്ഷേത്രഭരണ സമിതിയായിട്ട് ഞങ്ങൾ നേരിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കത്തില്ല. അതിനൊരു സാറിന്റെ ഒരു മധ്യസ്ഥ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഒരു നിസ്സഹായാവസ്ഥ ഞങ്ങളോട് പ്രകടിപ്പിച്ചു. അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്കറിയില്ല. അത് ഇവിടുത്തെ ഈ റെസിഡൻസ് അസോസിയേഷനും ഈ മുതിശാസ്താംകോട് ക്ഷേത്ര ഭാരവാഹികളും തമ്മിൽ അത്തരത്തിൽ എന്തെങ്കിലും തർക്കം നിലനിൽക്കുന്നുണ്ടോ? അല്ല, ആദ്യമേ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വിഷയം ചർച്ച ചെയ്ത്. ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യമേ ചർച്ച ചെയ്തു. അപ്പൊ അവർ ഞങ്ങളുടെ മുമ്പിൽ വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത് 4 മീറ്റർ റോഡ് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം അവര് ഫെൻസ് ചെയ്യുന്നു. ഫെൻസ് ചെയ്ത് അന്ന് ചെറിയൊരു ഹമ്പ് വെച്ചുകൊണ്ട് അവർ തൽക്കാലം ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിന്നീട് അത് അവരുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പം ഞങ്ങൾ അതിനോട് യോജിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു, ഇത് ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് അവിടെ കിടക്കട്ടെ, ഇത് പുറമ്പോക്ക് സ്ഥലമാണെങ്കിൽ അത് ഓപ്പൺ സ്പേസ് ആയിട്ട് അവിടെ കിടക്കട്ടെ, ആരും ആരുടെയും സ്വകാര്യ സ്വത്താക്കണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ തൊട്ടാണ് ഞങ്ങൾ ക്ഷേത്രഭരണ സമിതിയായിട്ട് പിന്നെ 2 വഴിയിലോട്ട് പോകാൻ തുടങ്ങിയത്.
അപ്പൊ ഇപ്പോൾ ഒരു ചർച്ചകളും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ നവകേരള സദസ്സിന് മുമ്പായിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അതിനു മുമ്പായിട്ട് ഞങ്ങൾ 2 അസോസിയേഷനും ക്ഷേത്രഭരണ സമിതിയായിട്ട് ഞങ്ങൾ 3 മീറ്റിംഗ് നടത്തി. അതിനകത്തൊന്നും പ്രശ്നം പരിഹരിക്കാൻ പറ്റാവുന്നപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ അവിടെ വെച്ചൊരു ചർച്ച നടത്തിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾക്ക് തന്ന മറുപടി എന്ന് പറയുന്നത്, നിലവിൽ കേസ് കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പഞ്ചായത്തിന് ഇതിനകത്ത് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞ് പഞ്ചായത്ത് അതിന് ഒഴിഞ്ഞു മാറുകയാണ്. നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്താണ്? കോടതിയുടെ നിർദ്ദേശം എല്ലാവരും ഒരുപോലെ പാലിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അല്ല, ഞങ്ങളുടെ പ്രതീക്ഷ ഈ മാസം അവസാനത്തോടെ അടുത്ത ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 6-8 മാസത്തിന് ശേഷമാണ് ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് തീരാനാണ് സാധ്യത എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. കാരണം രണ്ടുപേരും ആവശ്യമായ എല്ലാ ഡോക്യുമെന്റും ഹൈക്കോടതി സബ്മിറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസം അവസാനത്തോടെ ആ കേസ് അതിന്റെ ഒരു പരിസമാപ്തിയിലെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. താങ്കൾ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ ഈ സമീപ സ്ഥലങ്ങളിൽ ഈ ഡ്രെയിനേജ് പൊട്ടി ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെന്നുകൂടി. അത് ഈ ഭാഗത്തായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും അത്തരത്തിൽ, അതായത് ഈ പുറമ്പോക്ക് ഭൂമി കയ്യേറി റോഡും നിർമ്മിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഈ മണ്ണിട്ടിങ്ങനെ ഒരു വശം നികത്തിയിരിക്കുന്നതിന്റെ പേരിൽ ഡ്രെയിനേജ് കൂടി പൊട്ടി ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. മഴക്കാലമാകുമ്പോഴാണ് ഏറ്റവും വലിയ ദുരിതം ഈ ആളുകൾ നേരിടുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും കിള്ളിയാറിന്റെ ഒരു ഭാഗമാണ് ഈ ക്ഷേത്രത്തിന് സമീപത്ത് ഉള്ളത്. നിരവധി ആളുകൾ ദിവസവും എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് കോടിക്കണക്കിന് രൂപയുടെ ചെലവിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്ന കിള്ളിയാറിലേക്ക് നേരിട്ട് മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന തരത്തിലേക്ക് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴിവെച്ചു എന്ന ആക്ഷേപം കൂടി നാട്ടുകാർ ഉന്നയിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടുകാരുടെ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ പരാതിയുമായി അവർ മന്ത്രി, ഈ മണ്ഡലത്തിന്റെ പ്രതിനിധി കൂടിയായ മന്ത്രി JR അനിലിനെ അടക്കം കണ്ടിരുന്നു. ഏറെ നാളുകളായി അദ്ദേഹവുമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത വാക്ക് ഇവരുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ക്ഷേത്ര ട്രസ്റ്റുമായി റെസിഡൻസ് അസോസിയേഷൻ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിർദ്ദേശം മുമ്പോട്ട് വെക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഡ്രെയിനേജ് മഴക്കാലമാകുമ്പോൾ മാത്രമാണോ ഈ പൊട്ടി ഈ ആറിലേക്ക് അല്ലെങ്കിൽ ആറിന്റെ ഭാഗത്തേക്ക് ചേരുന്നത്? ഡ്രെയിനേജ് പൊട്ടുന്നതാണ്. കാരണം അവിടെ നിന്നും വലിയ ഡ്രെയിനേജ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് കൊണ്ടുവന്ന് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് കെട്ടിയടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ അസോസിയേഷൻകാരാണ് അതിനെ എതിർത്തുകൊണ്ട് അവിടെ ഈ കെട്ടിയതെല്ലാം ഞങ്ങൾ പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. അതിന്റെ ബാക്കി പത്രമായിട്ടാണ് അത്രയും അവിടെ നിൽക്കുന്നത്. ഇത്രയും വെച്ച് അവർ ബലാത്കാരമായിട്ട് കെട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഇതും പുറമ്പോക്ക് സ്ഥലമാണ്, ഇതും കിള്ളിയാറിന്റെ പുറമ്പോക്ക് സ്ഥലമാണ്. അപ്പൊ ഈ മഴക്കാലത്ത് മാത്രമല്ല, ഈ വേനൽക്കാലത്തും ഡ്രെയിനേജിലെ മാലിന്യങ്ങൾ ഈ കിള്ളിയാറിലേക്ക് തുറന്നു വിടുകയാണ്. ഇത് കിള്ളിയാറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഗുരുതരമായ ഒരു പരിസ്ഥിതി മലിനീകരണത്തിന്റെ കൂടി പ്രശ്നങ്ങളാണ് ഈ ഇത്തരത്തിൽ ഈ ഭൂമി കയ്യേറിയത് മൂലം ഇവിടെ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഈ വടിയിലെ നിവാസികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഏറെ നാളുകളായി ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ നാട്ടുകാർ സർക്കാരിൽ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലൊക്കെ കൃത്യമായ പരാതികളും നിവേദനങ്ങളുമൊക്കെ നൽകി. പക്ഷേ അവിടെ എന്തുകൊണ്ട് ഈ നടപടി വൈകുന്നു, അല്ലെങ്കിൽ ആരുടെ സ്വാധീനമാണ് ഇവരെ ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഈ മണ്ണിട്ട് നികത്താൻ ശ്രമിച്ച നടപടിയിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയാത്ത തരത്തിൽ ആ മണ്ണ് ഇപ്പോഴും അവിടെ അങ്ങനെ തുടരുന്നതിന്റെ കാരണം എന്താണെന്ന വലിയൊരു ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ വലിയ തരത്തിൽ കാറ്റടിക്കുകയാണ്. ആ കാറ്റടിക്കുമ്പോൾ മണ്ണ് അല്ലെങ്കിൽ പൊടി അതിശക്തമായി പടരുന്നത് മൂലം നേരെ ആ വശത്തേക്ക് നടക്കാൻ പോലും കഴിയാത്ത ആ ദുരവസ്ഥ നമ്മളും ഇപ്പോൾ നേരിടുകയാണ്. അതപ്പോൾ ഏതാനും ഒരു അരമണിക്കൂറിലേക്ക് മാത്രം നമുക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇവിടെ സ്ഥിരമായി വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾ, കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇതുവഴി നടന്നുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് മനസ്സിലാകുന്നത്. അത്രമാത്രം ദുരിതപൂർണമായ ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ ക്യാമറമാൻ നമ്മുടെ ബിബിൻ ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഈ മാലിന്യങ്ങൾ ഇങ്ങനെ, അതായത് ഇതുവഴി വരുന്ന ഡ്രെയിനേജ് മാലിന്യങ്ങൾ കിള്ളിയാറിന്റെ ഭാഗത്തേക്ക് തുറന്നു വിട്ടിരിക്കുന്ന ഓടയുടെ ദൃശ്യങ്ങളാണിത്. കാരണം വലിയ തരത്തിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ തലത്തിൽ ചെലവാക്കി, പ്രതിസന്ധിക്കിടയിലും അത്തരത്തിൽ പണം ചെലവാക്കി കിള്ളിയാറിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോഴും അവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരിന്റെ ഭൂമി, പുറമ്പോക്ക് ഭൂമി കയ്യേറ്റിയവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ പോകുന്നതും ആ ദുരവസ്ഥയ്ക്ക് എന്നുകൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്ന ചോദ്യവുമാണ് ഇവിടെ ബാക്കിയാകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, എന്തുകൊണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല? ആരാണ് അതിൽ ഇടപെടൽ നടത്തേണ്ടത്? അങ്ങനെ ഒരു ഇടപെടൽ നടക്കാൻ വൈകുന്നതിന്റെ കാരണം എന്താണ്? അവിടെ മന്ത്രി JR അനിൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ JR അനിൽ, താങ്കളുടെ മണ്ഡലത്തിലാണ് വടിയിലെ മുതുശാസ്താംകോട് ദേവീക്ഷേത്രം. ആ ക്ഷേത്രത്തിന് മുമ്പിലെ പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ പ്രശ്നത്തിന് ഇപ്പോഴും ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വൈകാത്തതെന്നാണ് താങ്കൾ കരുതുന്നത്?
അത് സംബന്ധിച്ച് കരകുളം പഞ്ചായത്താണ് ആ റോഡുമായി ബന്ധപ്പെട്ട് ഭരണപരമായ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പഞ്ചായത്ത് മെമ്പർ അവര് ഇതിനെ സംബന്ധിച്ചുള്ള പലവിധ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിന് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. താങ്കളെ സമീപിച്ചപ്പോൾ ഈ ക്ഷേത്രം ട്രസ്റ്റും അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളും റെസിഡൻസ് അസോസിയേഷനും തമ്മിലുള്ള തർക്കം പരിഹരിക്കൂ എന്ന് മാത്രമാണ് താങ്കൾ നിർദ്ദേശിച്ചതെന്നാണ് അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? അതെ, അതിനെ സംബന്ധിച്ച് എന്തോ ഒരു കേസും കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതെന്താണെന്ന് പരിശോധിക്കാന്ന് പറഞ്ഞു. അവര് എനിക്ക് നിവേദനം നൽകിയിട്ടില്ല. അവര് കഴിഞ്ഞ ദിവസം വന്ന് ഫണ്ട് ഞാൻ ഫണ്ട് നൽകാമെന്നും പറഞ്ഞു. ആ റോഡിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇത്തരത്തിലൂടെ പരിഹരിക്കാവുന്ന മാർഗമാണ് അവർ. എത്രയും പെട്ടെന്ന് താങ്കളുടെ ഇടപെടൽ ഉണ്ടാകുമോ? അതെ, നമ്മൾ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണല്ലോ നമ്മൾ. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അതെ, നമ്മൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക. അതിന് അനാവശ്യമാവുന്ന രീതിയിലുള്ള മാർഗങ്ങളിലേക്ക് പോകുന്ന ഗുണം ചെയ്യില്ല. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞ് നിവേദനം തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ അനാവശ്യമായ വാർത്തകളല്ല. എന്തായാലും താങ്കളുടെ പക്കൽ ആ നിവേദനം എത്തി എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ കൃത്യമായ ഇടപെടൽ മന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രീതിയാണ്. നിങ്ങൾ അത് ഒന്നുകൂടെ പരിശോധിക്കണം. അവരെന്നെ വന്ന് രണ്ടാമത് കണ്ട് നിവേദനം നൽകാമെന്ന് പറഞ്ഞാണ് പോയത്. ഞാനത് ഗൗരവമായി പരിഗണിക്കാം, പഞ്ചായത്തുമായി സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞാണ് അവരെ അയച്ചത്. അല്ലാതെ നിഷേധിച്ചല്ല ഞങ്ങൾ അയച്ചത് കേട്ടോ. തീർച്ചയായിട്ടും എന്തായാലും താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. എന്തായാലും ഏറെ നാളുകളായി ഈ ജനങ്ങൾ അനുഭവിക്കുന്ന, ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവിടെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് മുതുശാസ്താംകോട് ക്ഷേത്രത്തിന്റെ പുറമ്പോക്ക് ഭൂമി, ക്ഷേത്രത്തിന് മുമ്പിലുള്ള 41 സെന്റോളം വരുന്ന പുറമ്പോക്ക് ഭൂമി, ആ ഭൂമി ആര് കയ്യേറിയതാണെങ്കിലും അത് തിരികെ പിടിച്ചുകൊണ്ട് ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. പ്രേക്ഷകർക്ക് നമസ്കാരം.